ആ കഴിക്കുണ്ടാക്കി ആദ്യമുള്ളൊക്കെ പെണ്ണെ കഴിച്ചായിരുന്നു. അത് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു. തിരിച്ചു ആ ചികിത്സ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അടുത്ത വന്നത് അന്ന് നോക്കിയിരിക്കും. അപ്പോഴേ വാവാസുരേജ് പറഞ്ഞു എന്തോ ഒരു കള്ളത്തരമുണ്ട്. അപ്പൊ നോക്കുമ്പോ ഇതിന്റെ ഫോണിനകത്തെല്ലാം പാമ്പുകളെ കുറിച്ചുള്ള സെർച്ചാണ്. നമ്മളിപ്പോ എന്ത് സെർച്ച് ചെയ്താലും ശരി നമ്മുടെ ഫോണിൽ കാണണം. അതിന്റെ എന്ത് ഹിസ്റ്ററിയായിട്ട് കിട്ടും. മനസ്സിലായില്ലയോ? നമ്മുടെ നെറ്റിന്റെ IP അഡ്രസ് ഒക്കെ ഇല്ലയോ? അതൊക്കെ ഉണ്ട്. നമുക്ക് ഈ നെറ്റ് വിട്ടിരിക്കണമെങ്കിൽ നമുക്ക് IP അഡ്രസ് ഉണ്ട്. ഇന്നാളെ നെറ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ ആരെങ്കിലും അറിയാതെ ചോദിച്ചാൽ നമുക്കറിയാം. നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ നെറ്റ് വേറെ ആരും ഇവിടെ ഇല്ല ഉപയോഗിക്കാനായിട്ട്. ആരെങ്കിലും ഉപയോഗിച്ചാൽ നമ്മൾ ഇതായി ഞാൻ പറയുക അങ്ങനെയൊക്കെ ആ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഫോണിൽ നിന്നുള്ളതൊക്കെ നമ്മുടെ നമ്പറിൽ നിന്ന് പോകുന്നതൊക്കെ അറിയാം. എന്റെ ഫോണും ഉണ്ടല്ലോ. പിന്നെ കള്ളത്തരങ്ങളൊക്കെ എന്റെ ലൊക്കേഷൻ മാറ്റുന്നത് ഞാൻ കണ്ട് കാണിച്ചില്ലയോ? നെടുമങ്ങാട് എല്ലാം കിടപ്പുണ്ട്. എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് അരികൊള്ളാത്ത രോഗമാണ്. ഞാൻ കണ്ട എനിക്ക് അരികൊള്ളാത്ത രോഗമാണ്. ഇതെന്തെങ്കിലുണ്ട് എന്തെങ്കിലും കിടപ്പുണ്ട്. ഇപ്പൊ അരികൊള്ളാത്തതിന്റെ പോകേടാന്നെല്ല പറയുന്നതുണ്ട്. നമ്മൾ ഇവൻ തെറി പിടിക്കുന്നത് ഇതെല്ലാം ഇടുമ്പോ 12 പേര് 13 പേരെ കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ഇവന് അടികൊള്ളാത്ത അസുഖമാണ്. ഇവന് അടി കിട്ടേണ്ട സമയം കഴിഞ്ഞു പറഞ്ഞിട്ടുള്ളത് 554 പേരുണ്ട്. അവർക്ക് പറഞ്ഞേ. അപ്പൊ നമ്മൾ അടികൊള്ളണമെന്ന് പറയുന്നത് നമ്മൾ ഇവൻ അടികൊള്ളണമെന്ന് പറയുന്നു. നമ്മൾ പറയുന്നത് എല്ലാവരും കാണുന്നു. ഇവൻ വിളിക്കുന്ന അങ്ങേയറ്റത്തെ തെറി കുറച്ചു പേരെ കാണുന്നു. അപ്പൊ നമ്മുടെ ഫോൺ ഏതാണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇവൻ വിളിക്കുന്ന ഈ തെറി നാട്ടുകാർ കണ്ടാൽ ഇവനെ നാട്ടുകാർ വെക്കുന്നത് ഏതാവനാണ്. കോടതി കൊണ്ട് SNDPക്കാർ ഇതിനെ എടുക്കുകയോ SNDPക്കാർ എടുത്തില്ലെന്ന് വിളിച്ച് എല്ലാം കോടതി ഇതിന് അത്രത്തെ ഇതോടെ ഈ കോടതിയിലെ ഈ കേരള രാജ്യത്ത് ആരും വിളിക്കുന്നതാണ് ഇതുപോലത്തെ വിളിക്കുകയാണോ? ഇത്രയും ഈ ഏതെങ്കിലും വിളിക്കുമോ? ഇവർ തെന്നാറ്റ പറയുന്നതല്ല നമ്മൾ പറയുന്നത് വ്യഭിചാരി വിളിച്ചിട്ട് നമ്മളെ വിളിക്കുന്നത്. ഇവർ ഇന്നലെ പന്തളം കോടതി വ്യഭിചരിക്കുന്നത് ഇവരാ പറഞ്ഞത്. എന്താ ഇവ പറഞ്ഞത്? ഞാൻ നമ്മളോട് ചോദിച്ചു ഏതൊന്ന് ഞാൻ പന്തളം കോടതി പഠിക്കാൻ പോയി വ്യഭിചരിക്കുന്നത് പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നത്. ഞാനതേന്ന് പറഞ്ഞത് ഇവർ കായംകുളത്ത് പഠിക്കാൻ പോയിട്ട് വരെ പൊക്കിയത്. അങ്ങനെ ആരാ വ്യഭിചരിക്കാൻ പോയത് പറയുമോ ഇല്ലയോ ഞാൻ ചോദിച്ചത്. ഞാൻ 10ാം ക്ലാസ്സിലും പിന്നെ PDക്ക് ഒന്നും ഞാൻ തോറ്റിട്ടുണ്ടോ? ഞാൻ LLB പഠിച്ചോളാം. അവളോ ഇതിവിടെ എന്നെ വ്യഭിചാരി എന്ന് വിളിക്കാൻ നിങ്ങൾ ആരാ? എന്നെ ഇതൊക്കെ എന്ത് യോഗ്യത ഉള്ളത് എന്നെ വ്യഭിചാരി എന്ന് വിളിക്കാൻ? നിങ്ങൾ ആരാ? വ്യഭിചാരിയോ? ഇവിടെ ഭാഷ എന്തുവാ? ഇവിടെ മൂലകാലം എന്താ? ഇവിടെ അത്രയും മൂലകാലം ഉള്ള ഒരു വ്യക്തി ഈ കേരളമായ രാജ്യത്ത് കാണുന്നില്ല. ഇവിടെ എന്താ രാമൻ കണ്ടാരാമൻ എന്ന് പറഞ്ഞ ലോറിയെ കൊള്ളാനുള്ള കൊച്ചുകളെ ഇവിടെ പിന്നെ ഇതുപോലെ എന്തോ പറയുന്നത് ഇതുപോലെ നാടകങ്ങൾ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തുവാ എയർപോർട്ടാക്കിയതല്ല പറഞ്ഞ് കള്ളത്തര കഥകൾ ഉണ്ടാക്കുന്ന ഇതുപോലെ തേർഡ് റേഞ്ച് പെണ്ണുങ്ങൾ എവിടെ ഉണ്ട്? തേർഡ് റേഞ്ച് കഥകൾ ഉണ്ടാക്കുന്ന ഇടമാരെ പോലെ തേർഡ് റേഞ്ചുകൾ എവിടെ ഉണ്ട്? കേട്ട കുടുംബക്കാരി എന്താ കുടുംബം ഇതൊക്കെ? കേട്ട പെണ്ണുങ്ങളെ കുറിച്ച് തോന്നിയാത്ത കഥകൾ ഉണ്ടാക്കുന്നതാണ് കുടുംബം.
ഇവിടെ തന്നെ പറഞ്ഞു ഞാൻ LLB പഠിക്കാൻ പോയിട്ട് ഞാൻ മയക്കുമരുന്ന് അടിച്ചതാണ് ഇങ്ങനെ ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ പറയുന്നത് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന 4 കളിയാണ് ഞാൻ മയക്കുമരുന്ന് ഏതവരെ ഈ കഥകളുണ്ടെന്ന് എനിക്ക് പറയുന്നത് ഞങ്ങളുടെ കോളേജിൽ വന്ന് തിരക്കിയാലേ അവർക്കറിയാം മയക്കുമരുന്ന് അടിക്കുന്നവരെയൊക്കെ ഓരോക്കെ പറഞ്ഞുണ്ടാക്കുന്നത് സ്വാമി കമ്പിവടി എടുത്തോളൂ സ്വാമി മന്ദിരത്തിലെ സ്വാമി എന്റെ ഇന്നലെ മുതൽ കമ്പിവടി എന്ന് കേൾക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി സ്വാമി കമ്പിവടി എടുത്തോണ്ട് വന്നത് എന്തിനായിരുന്നു കമ്പിവടി സ്വാമിയോട് ചോദിക്കണം ആൾക്കാർ നിൽക്കുന്ന എന്റെ വീട്ടിൽ എത്തിച്ച് ചോദിച്ചിട്ടുണ്ട് സ്വാമി എപ്പോഴാ സ്വാമി എന്റെ വീട്ടിൽ കമ്പിവടിയായിട്ട് വന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സ്വന്തം സ്വാമി കമ്പിവടിയായിട്ട് വന്നോ സ്വാമിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ സ്വാമി ചോദിക്കട്ടായോ സ്വാമിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ വെച്ച് സ്വാമി ഇത്രയും കേട്ടപ്പോ ഞാൻ ചോദിക്കുക സ്വാമി കമ്പി വഴിയായിട്ട് നമ്മുടെ വീട്ടിന്റെ അവിടെ വന്നത് എന്താ പറയാ സ്വാമി ഇതൊക്കെ സ്വാമിക്ക് അതിനുള്ള വഴിയുണ്ട് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കമ്പി വഴിയായിട്ട് വരാനുള്ള വഴിയൊക്കെ സ്വാമിക്ക് എന്താ ഞങ്ങൾ അറിയക്കാറ് കമ്പി വഴിയായിട്ട് കൊണ്ടുപോയി എന്തെല്ലാം തോന്നിയാസം അറിയാം ആയി തോന്നിയെല്ലാം തോന്നിയാസം വിളിച്ച് പറയരുത് എന്തും വിളിച്ച് പറയാറുണ്ടോ ഇത് ഇങ്ങനെ ഏതെങ്കിലും ക്രാന്ത് 50 വട്ടം കഥ വഹിച്ച് അടയ്ക്കുന്നതാണ് നമ്മളിത് രാവിലെ തുറന്നാൽ പിന്നെ വൈകിട്ട് അടയ്ക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല്ലി അടയ്ക്കുന്നുണ്ട് ഇവിടെ ആർക്കും ക്രാന്തില്ല അത് ഇരിക്കുക നീ എത്ര വർഷം അടിച്ചത് അടച്ചത് പൊട്ടോ എന്ന് അടയ്ക്കുക എന്തെങ്കിലും തെളിവുണ്ട് 6 വർഷമായിട്ട് ഇവിടെ കയറുന്നില്ലെന്ന് 6 വർഷമായിട്ട് 6 വർഷമേ ഉള്ളൂ അതിന് മുന്നേ ഇവിടെ കയറാത്തതാണ് 6 വർഷത്തിന് മുന്നേ ഇവിടെ കയറാതായത് 2019 മുതൽ ഇവിടെ കയറുന്നില്ല 8 വർഷമായിട്ട് ഇവിടെ കയറുന്നില്ല അമ്മയ്ക്കുള്ളത് എന്തായാലും പറഞ്ഞതല്ലേ നിങ്ങൾ ഞാൻ പൊക്കായിനോ ഞാൻ പൊക്കായി കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ എറണാകുളത്ത് ഡൽഹിയിലൊക്കെ പോയപ്പോ വേറെ കേട്ട ജന്തുവിനെ ഏതാണ്ട് ജീവിതത്തില് എങ്ങാണ്ട് കേട്ട ജന്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ കുടിക്കാൻ കഴിയുക ശരിയാ എങ്ങാണ്ട് നമ്മുടെ സവാള ഒത്തിരി മോട്ടിച്ച് കഴിയും സവാള ഇവിടെ മോട്ടിച്ചോണ്ട് പോയിരുന്നു സവാള എങ്ങാണ്ട് കേട്ട കേൾക്കുന്നത് അവിടെ പെരക്കാം ഇവിടെ പമ്മിക്കൊമ്മിയാണ് ഇവിടെ വരുന്നത് പമ്മിക്ക് മൂട്ടിക്കൊണ്ട് പോയിരുന്നു പഞ്ചായ കവലിന്റെ ഒരു മോഷണക്കാരില്ല നമ്മളെ ഒത്തിരി അന്യതാണ് ഇവിടെ ഒരുപാടില്ല അവർക്ക് കൊടുത്തു